So, can you start by telling us when you first felt the inspiration to begin writing this book or documenting your journey? I had a vision. I knew I wanted to make it in life to be able to sit in front of all of you today and enjoy this moment of pride for me. Kindness, love, affectionate, anger. There is a day that we all leave this world, and there should be stories others will narrate about us after we are gone. This great man JT is that he has never deviated from the moral values that he believes in. എല്ലാ കടപ്പുറങ്ങളിലും കിടന്നുറങ്ങി മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാരുടെ വഞ്ചി വരവും ചാകരയും ഇതൊക്കെ നോക്കി നിന്ന കാലങ്ങളും മഴ കൊണ്ടും കൊല്ലത്ത് വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ കൊട കൊണ്ടുള്ള കുത്തും കൊണ്ട് ജീവിക്കുമ്പോഴും അന്നും ഉള്ളത് ന്യായം ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. ഒരു 95% ഇന്നേ വരെ അവരുടെ യൂണിയൻ ലീഡർ പോലും ഞാനാണ്. നമുക്ക് ഒരു എയർപോർട്ടിൽ പോയി ലൈൻ നിന്ന് അല്ലെങ്കിൽ സിനിമാ ടിക്കറ്റ് വാങ്ങിക്കുമ്പോൾ ലൈൻ നിന്ന് നമ്മുടെ അവസരം വരുമ്പോൾ ടിക്കറ്റ് വാങ്ങിക്കേണ്ട ഒരു അവസരം ഉണ്ടാകും. അല്ലാതെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് നമ്മൾ ആ ലൈൻ വെട്ടിക്കുന്നത് മാന്യതയില്ലെന്ന് കാണുന്ന ഒരാളാണ്. 29 കൊല്ലത്തെ ബന്ധം. She was 29 years younger when she started to work for me. ചോയ്സ് ഗ്രൂപ്പ് പൊളിഞ്ഞു, ചോയ്സ് സ്കൂൾ വിറ്റു. ആദ്യത്തെ ചെക്കിൻ്റെ കോപ്പി കണ്ടവരുണ്ട് എനിക്ക് തന്നത്. ഞാൻ പറഞ്ഞു JT will never give up. JT will never give up. 60 വയസ്സിൽ മരിക്കുമ്പോൾ ഇന്ന് യങ് ഏജ് ആണത്. അന്നും ചോയ്സ് പറഞ്ഞ് മരിച്ചു. എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് നിന്നിൽ പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു. And if trust can be built, you win the battle. If trust is questioned, you lose the battle. I've known him as a boss, as a brother, a very hard, difficult taskmaster. ഓരോ ചാപ്റ്ററും ഫെയിലിയേഴ്സിൻ്റെ കഥയാണ്. അത് 1, 2, 3, 4 ഒന്നും അല്ല. എത്ര ചാപ്റ്റർ ഉണ്ടോ അത്രയും ചാപ്റ്റേഴ്സും. ഞാൻ പറഞ്ഞു എനിക്ക് സക്സസ് വളരെ കുറവാണ്, ഫെയിലിയേഴ്സാണ് കൂടുതൽ. ഒരു ത്രാശ് തൂക്കിയിട്ടാൽ കൂടുതൽ വരാൻ പോകുന്നത് ഫെയിലിയറാണ്. അപ്പം അതങ്ങ് എഴുതാം. Setback was not in his diary as far as I can see in his book. Every page, it challenges us to read it more and more. ഒരു ചാപ്റ്റർ ഞാൻ പ്രത്യേകിച്ച് എന്നെ അട്രാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നോ ബ്രിക്ക് ഓൺ ദ വാൾ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററാണ്. ഇപ്പോഴത്തെ ഒരു കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും സാറ് മാറി ചിന്തിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് സാറിന് വന്നതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എൻ്റെ സ്വന്തം മക്കൾ ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്തതിന് ആ ഗ്രൗണ്ടിൽ 10 റൗണ്ട് ഓടിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിലെ അന്നത്തെ പ്രൊമോഷൻ വലിയൊരു സംഭവമാണ്. 100ൽ 100 ഉണ്ടെങ്കിൽ അന്നത്തെ പ്രിൻസിപ്പൽമാർ 10ലേക്ക് വിടൂ. അതെന്താ? ബോർഡ് എക്സാം. നാളത്തെക്കുറിച്ച്, നമ്മുടെ അവസാനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ ഇപ്പോഴേ ചിന്തിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് that shows the intensity of his faith.